الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد أيها المؤمنون والمؤمنات السلام عليكم ورحمة الله وبركاته സൂറത്തുൽ മുഅ്മിനൂൻ ഒന്നാമത്തെ ആയത്ത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് ലൈസൽ ഫലാഹു ബികസറത്തിൽ മാൽ വലാകിന്നഹു ബിതാഅത്തില്ലാഹി വൽ അമലി ബിമാ യുർദി. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം എന്നുള്ളത് ഒരുപാട് സമ്പത്ത് ഉണ്ടാകലല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കലാണ്, അല്ലാഹുവിന്റെ റിള ലഭിക്കുകയാണ്. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്ന് ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബ. എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവർ ഒഴികെ. ഖാലു, സഹാബത്ത് ചോദിക്കുകയാണ്, വമൻ യഅബ യാ റസൂലല്ലാഹ്, ആ വിസമ്മതിച്ചവർ ആരാണ്? വിസമ്മതം കാരണം നരകത്തിലേക്ക് പോകുന്ന ആ വിഭാഗം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാല മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ ആരാണോ അനുസരിച്ചത് അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ അസാനി ഫഖദ് അബ, എന്നോട് ആരാണോ അനുസരണക്കേട് കാണിച്ചത് അവരാണ് വിസമ്മതിച്ച ആളുകൾ. റവാഹുൽ ബുഖാരി. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഏറ്റവും വലിയ വിജയം കൈവരിച്ച സത്യവിശ്വാസികളെ നമ്മൾ വിശദീകരിക്കുമ്പോൾ, പരിചയപ്പെടുമ്പോൾ അവർ പൂർണ്ണമായും അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ്. ആ അനുസരണം ഉണ്ടാകണമെങ്കിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഖൗഫും റജാഉം, നരകത്തെക്കുറിച്ചുള്ള പേടിയും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഉണ്ടാകുമ്പോൾ തന്നിഷ്ടങ്ങളെല്ലാം മാറ്റിവെക്കും, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കും, നമ്മുടെ താല്പര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹും റസൂലും എന്താണോ പഠിപ്പിച്ചത് ആ വഴിയിലൂടെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കും. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ വിജയം കൈവരിക്കുന്നവന്റെ അടയാളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് ഒന്നാമത്തെ അടയാളം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ഖുശൂഅോടുകൂടി ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിച്ചാൽ പിന്നീട് ഒരു മുസ്ലിം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അത് സമയം നിർണയിക്കപ്പെട്ട ആരാധനാ കർമ്മമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചമായ നികൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നമസ്കാരം ഒരു മനുഷ്യനെ തടയും. ആ നമസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാക്കി തരും. മൂസാ നബിയോട് പറഞ്ഞത് ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, നീ എന്നെ മാത്രം ആരാധിക്കണം, ഞാനല്ലാതെ ആരാധനക്കർഹനായിട്ട് വേറൊരാളുമില്ല, നീ നമസ്കാരം നിലനിർത്തണം. ലിദിക്രി, അതെന്തിനു വേണ്ടിയാണ്? എന്നെ ഓർക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമസ്കാരം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമസ്കാരം അത് നമുക്ക് തോന്നിയതുപോലെ നിർവഹിക്കാൻ പറ്റുകയില്ല. അശ്രദ്ധരായി നമസ്കരിക്കാൻ പാടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി നമസ്കരിക്കാൻ പാടില്ല. നമ്മളിൽ ബഹുഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരെ കാണിക്കാൻ, ജനങ്ങളുടെ പ്രീതിക്ക് വേണ്ടി നമസ്കരിക്കുന്നവരാണ്. നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ എന്ത് പറയും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിർവഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമസ്കരിക്കാൻ നിൽക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അശ്രദ്ധരായി തന്റെ കച്ചവടത്തെക്കുറിച്ചുള്ള, കടങ്ങളെക്കുറിച്ചുള്ള, സമ്പത്തിനെ കുറിച്ചുള്ള ഈ രൂപത്തിൽ തന്നെ ബാധിച്ചിട്ടുള്ള പ്രയാസങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ മനസ്സിന്റെ ഉള്ളിൽ വെച്ച് അതിങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പലപ്പോഴും നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ നിൽക്കാറുള്ളത്. നമസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമസ്കരിക്കുന്നുണ്ട്, അവന്റെ ശരീരം മാത്രമാണ് മുസല്ലയിലുള്ളത്, അവന്റെ ഹൃദയം മുസല്ലയിലില്ല. ആ അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം അവർക്കില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, വളരെ പ്രാധാന്യത്തോടുകൂടി നമസ്കാരം എന്ന ഇബാദത്തിനെ പരിചയപ്പെടുത്തിയ അതേ ഖുർആൻ പഠിപ്പിച്ചു ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരക്കാർക്ക് നാശം. എങ്ങനെയുള്ളവരാണവർ? ഈ രൂപത്തിൽ ആളുകൾക്ക് വേണ്ടി കാണിക്കുന്നതിന് വേണ്ടി നമസ്കരിക്കുന്നവരും അശ്രദ്ധയിലായി നമസ്കരിക്കുന്നവരുമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം കൈവരിക്കുന്ന ഒരു സത്യവിശ്വാസി അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ ഭയഭക്തിയോടുകൂടി നമസ്കരിക്കുന്നവരായിരിക്കും. ഹുമുൽ ലദീന തഖ്ശഉ ഖുലൂബുഹും ഫീ സ്വലാത്തിഹിം വതസ്കുനു ജവാരിഹും വയുഖ്ബിലൂന അലാ റബ്ബിഹിം ബിഹുദൂരിൽ ഖൽബി വതഅളീമിഹി വസ്തിശ്ആരിൽ വുഖൂഫി ബൈന യദൈഹി, അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി നമ്മൾ നമസ്കരിക്കുമ്പോൾ പടച്ചവന്റെ മുമ്പിലാണ്, നമ്മളെ സൃഷ്ടിച്ചവന്റെ മുമ്പിലാണ്, നമുക്ക് അനുഗ്രഹങ്ങൾ നൽകിയവന്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ആ റബ്ബുമായിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ എന്നൊക്കെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അല്ലാഹു ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. എൻ്റെ അടിമ ഇദാ മജ്ജദനി അബദി,
എൻ്റെ അടിമ ഇതാ എന്നെ വാഴ്ത്തിയിരിക്കുന്നു, പുകഴ്ത്തിയിരിക്കുന്നു, സ്തുതിച്ചിരിക്കുന്നു, ഹമദനി അബദി എന്നൊക്കെ എന്ത് ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ആയത്തുകൾ ഓതുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. ഇത് ഈ ആയത്ത് പാരായണം ചെയ്താൽ ഇത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. ഈ കരാർ അല്ലാഹുവേ നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞാൻ സഹായം ചോദിക്കൂ. അതായത് അല്ലാഹുവിനോട് ചോദിക്കേണ്ട ചോദ്യം പ്രാർത്ഥനയാകുന്ന തേട്ടം, ദുആ വരുന്ന തേട്ടം അത് നിന്നോട് മാത്രം അല്ലാഹ്, അത് വേറൊരാളോടുമില്ല. ഇതെനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ള കരാറാണ്. എന്നെ മാത്രം ആരാധിക്കാൻ എൻ്റെ അടിമ തയ്യാറായാൽ, അതുപോലെ തന്നെ അവൻ പറഞ്ഞതുപോലെ എന്നോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ എന്നോട് മാത്രം ചോദിക്കാൻ അവൻ തയ്യാറായാൽ, വലി അബ്ദി മാ സഅൽ, അവൻ ചോദിച്ചത് ഞാൻ അവന് കൊടുക്കും. ഈ കരാർ അവൻ പാലിക്കുകയാണ് എങ്കിൽ അപ്പോഴാണ് നമ്മൾ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ ഹിദായത്ത് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമസ്കാരം അല്ലാഹുമായിട്ടുള്ള ഒരു സംസാരമാണ്, അള്ളാഹുവിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ആ ഒരു ഖുശൂഅോടുകൂടി, അള്ളാഹുവിനോടുള്ള തഅദീം, ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി ഒക്കെ ആയിരിക്കണം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കേണ്ടത്. നമ്മളുടെ ശരീരം മുസല്ലയിലുണ്ടാകുക, നമ്മുടെ ഹൃദയം വേറെ എവിടെയെങ്കിലും പോകുക, ആ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മഹാനായ ഇമാം തബരി റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് വതർക്കുൽ ഇൽതിഫാത്തി ഇലാ ഗൈരിഹാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള നോട്ടങ്ങൾ അതൊക്കെ ഉപേക്ഷിക്കണം. ചില ആളുകൾ ക്ലോക്കിലേക്ക് നോക്കി നിസ്കരിക്കുന്നു, ചില ആളുകൾ കലണ്ടറിലേക്ക് നോക്കി നിസ്കരിക്കുന്നു, ചില ആളുകൾ ഡോറിലൂടെ അല്ലെങ്കിൽ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിസ്കരിക്കുന്നു. ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, ഈ രൂപത്തിലൊക്കെയാണ് ചില ആളുകൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ആകാശത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നിസ്കരിക്കുന്നവരുണ്ട്. അതൊക്കെ ഉപേക്ഷിക്കണമെന്നാണ് ഉലമാക്കൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു തന്നത്. നീ നിന്റെ കണ്ണുകളെ താഴ്ത്തിക്കൊണ്ട്, ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പഠിപ്പിച്ചത് ഫഖദ്ദു ബിദഅലിക അബ്സാറഹും വഖഫദുൽ ജനാഹ്, നിന്റെ കണ്ണുകളെ നീ താഴ്ത്തണം. അഥവാ നമ്മുടെ സുജൂദിന്റെ സ്ഥലത്തേക്ക്, നമ്മുടെ നെറ്റിത്തടം വെക്കുന്ന സ്ഥലത്തേക്ക് ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ കൈകാലുകളൊന്നും അനക്കാതെ നിശ്ചലമായി, ശരീരത്തിന്റെ ചില ആളുകൾക്ക് കാണാൻ നിസ്കരിക്കാൻ വേണ്ടി അവിടെ മാന്തുന്നോര്, ഇവിടെ മാന്തുന്നോര്, അല്ലെ, മറ്റുള്ളവന്റെ നമസ്കാരത്തിലെ ഖുശൂഇനെ പോലും നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും ഒരിക്കലും ഉണ്ടാകരുത്. നിന്റെ കണ്ണുകളെയെല്ലാം നീ താഴ്ത്തി, നീ നിശ്ചലമായി അനങ്ങാതെ നിന്ന് അള്ളാഹുവിനോടുള്ള താളീമോട് കൂടിയായിരിക്കണം നീ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത്. ആ നമസ്കാരത്തിലെ ഓരോ പാരായണങ്ങളെ കുറിച്ചും ആയത്തുകളെ കുറിച്ചും അദ്കാറുകളും നമ്മൾ ചൊല്ലുന്ന ദിക്റുകളും പ്രാർത്ഥനകളും ഒക്കെ മനസ്സറിഞ്ഞ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തദബ്ബുർ ചെയ്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നമസ്കരിക്കേണ്ടത്. അപ്പൊ ഖുശൂഅ് കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം, അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്, ഞാൻ എൻ്റെ നമസ്കാരത്തിൽ അള്ളാഹുമായിട്ട് സംസാരിക്കുകയാണ് എന്ന ബോധമുണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ അനങ്ങാതെ നമ്മുടെ കണ്ണുകളൊക്കെ താഴ്ത്തിയിട്ട് അവിടെ കേൾക്കുന്ന ആയത്തുകൾ, നമ്മൾ ഓതുന്ന ദിക്റുകൾ, അതൊക്കെ നമ്മൾ തദബ്ബുർ ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമസ്കരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് എന്ന് കൃത്യമായി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. ഇനി നമുക്കൊരു ഹദീസിലേക്ക് പോകാം. മഹദിയായ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇൽതിഫാതി ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹിയോട് ചോദിച്ചപ്പോൾ ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ ഇഖ്തിലാസുൻ യഖ്തലിസു ശൈത്താനു മിൻ സ്വലാത്തിൽ അബ്ദ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയും കണ്ണുമൊക്കെ പോകുന്ന സമയത്ത് പിശാച് ആ സമയത്ത് നമ്മുടെ നമസ്കാരം കവർന്നെടുക്കുകയാണ്. ആ സമയത്ത് ഒരിക്കലും നമുക്ക് പുണ്യം നേടാൻ കഴിയുകയില്ല എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ നമസ്കാരത്തിലില്ല എന്നാണ് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നമസ്കരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് കാന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇദാ ഹദറത്തിസ് സ്വലാ തഗയ്യറ ലൗനുഹു വർതഅദ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തെ നിറമൊക്കെ മാറാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ മുഖം ആകെ വിറക്കാൻ തുടങ്ങി. ഫഖീല ലഹു മാലക്, അവിടെയുള്ള ആളുകൾ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി അലിയെ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞു, ജഅൽ വഖ്തുൽ അമാനത്തി അല്ലത്തി അർളഹ അല്ലാഹു അല സമാവാതി വൽ അർദ് ഫഅശ്ഫഖന മിൻഹാ വഹമലതു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ഭൂമികളെ ഏൽപ്പിച്ച അമാനത്തുണ്ടല്ലോ, അല്ലാഹു അത് ഏൽപ്പിച്ചപ്പോൾ ആകാശവും ഭൂമിയും ഒക്കെ ഏറ്റെടുക്കാൻ ഭയപ്പെട്ടു പോയ ആ ബാധ്യതയുള്ള ആ കർമ്മമുള്ള നമസ്കാരമുണ്ടല്ലോ, ആ നമസ്കാരത്തിന്റെ സമയമായപ്പോഴാണ് എന്ത് ചെയ്തത്, എന്റെ മുഖത്തെ നിറം മാറുന്നതായി നിങ്ങൾ കണ്ടത്, അതുപോലെ തന്നെ എന്റെ മുഖം വിറക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടത്. അഥവാ സ്വഹാബത്തിന്റെ ഒക്കെ മഹാന്മാരായ ആളുകൾ അവർക്ക് ഈ നമസ്കാരത്തിനുള്ള സമയമായി കഴിഞ്ഞാൽ അവർക്ക് നമസ്കരിക്കാനുള്ള വല്ല
വല്ലാത്ത ആ ഒരു ഖുശൂഉം താല്പര്യവും ഒക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ഈ ഒരു ആയത്ത് പഠിക്കുമ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരം ഭയഭക്തിയോടുകൂടി നിർവഹിക്കുക. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗം കൂടി ഞാൻ വിശദീകരിക്കുന്നത്, ഏതൊരു ഭക്ത നമസ്കാരം നമ്മൾ നിർവഹിക്കുകയാണ് എങ്കിലും ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ആ ഒരു ചിന്തയോടുകൂടി നാളത്തെ സുബഹി നമ്മൾ നമസ്കരിക്കുമ്പോൾ, അതല്ലെങ്കിൽ നാളത്തെ ദുഹർ നമ്മൾ നമസ്കരിക്കുമ്പോൾ, തഹജ്ജുദ് നമ്മൾ നമസ്കരിക്കുമ്പോൾ ഇത് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയോടെ നമുക്ക് നിസ്കരിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ഖുശൂ നേടിയെടുക്കാൻ സാധിക്കൂ. അങ്ങനെ നമസ്കരിച്ചെങ്കിലേ നമുക്ക് വിശ്വാസികൾ ഉൾപ്പെടാൻ കഴിയൂ. അങ്ങനെ മുഅ്മിനായെങ്കിലേ അഫ്ലഹ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.